സഹോദരിമാർ പ്രവർത്തകർ, യൂത്തിൻ്റെ പ്രവർത്തകർ, സൺഡേ സ്കൂൾ പ്രവർത്തിക്കുന്ന, അങ്ങനെ വിവിധ ശുശ്രൂഷകൾ പങ്കുചേരുന്ന എല്ലാവരെയും, എല്ലാ കുടുംബാംഗങ്ങളെയും ഒരിക്കലും വന്ദനം ചെയ്യുന്നു. ഫിലദൽഫിയയിൽ നിന്നുള്ള കർത്തൃദാസന്മാരുടെയും ദൈവമക്കളുടെയും വിശേഷ വന്ദനങ്ങളെയും ഇവിടെ അറിയിക്കുന്നു. ആബീബ് മാസം 1-ാം തീയതി വർഷങ്ങളുടെ ആരംഭമായി ഈജിപ്തിൽ നിന്ന് ഇസ്രയേൽ പുറത്തു വന്ന സമയമായിരുന്നു. എന്നാൽ 6 മാസം കഴിഞ്ഞപ്പോൾ ദൈവം അവരോട് പുതിയൊരു കാര്യം പറയുന്നുണ്ട്. തിശ്രീ മാസത്തിൻ്റെ 1-ാം തീയതി നിങ്ങൾക്ക് ഞാൻ ഒരു പുതിയ ആരംഭം തരികയാണ്. 6 മാസം കഴിഞ്ഞു. വർഷങ്ങളുടെ ആരംഭത്തിലാണ് പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അവിടെ വെച്ചാണ് ഈജിപ്തിൽ നിന്ന് ദൈവമക്കൾ വിടുതൽ, ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് പുറത്തു വന്നത്. എന്നാൽ 6 മാസം കഴിഞ്ഞു. ഇനി 6 മാസം കൂടെ ഉണ്ട് ഒരു പുതുവർഷമാകുവാൻ. എന്നാൽ ദൈവം പറയുകയാണ്, വർഷത്തിൻ്റെ മധ്യത്തിലും എനിക്ക് നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ നൽകുവാൻ കഴിയുമെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തിശ്രീ മാസം 1-ാം തീയതി നിങ്ങൾ പുതിയ വർഷമായി ആചരിക്കുക. ഹല്ലേലൂയ. റോഷ് ഹഷാന എന്നാണ് അതിന് പറയുന്നത്. കഴിഞ്ഞ 6 മാസം ദൈവം നമ്മെ വഴി നടത്തിയില്ലേ? കഴിഞ്ഞ 6 മാസം ദൈവം നമ്മോട് കൂടെയിരുന്നു. വർഷത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെയും നമ്മോട് ഒരുമിച്ചുണ്ടായിരുന്ന കർത്താവിനെ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വർഷത്തിൻ്റെ പകുതിയിലേക്ക് നാം എത്തുകയാണ്. ജൂൺ മാസം 30-ാം തീയതി, 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി, 4-ാം തീയതി, ആ ഒരാഴ്ച ദൈവമക്കൾ, ദൈവസഭ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുവാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ കർത്താവിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ചതനുസരിച്ച് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ആഹ്വാനം ചെയ്യുകയാണ്. വിശേഷാൽ 30, 1, 2 ദിവസങ്ങൾ, ആദ്യത്തെ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ശ്രേഷ്ഠന്മാരായ ഇവിടെയുള്ള എല്ലാ ദൈവദാസന്മാർ, യൂണിറ്റ് ഉപദേശിമാർ, സഹോദരിമാരുടെ പ്രവർത്തകർ, സൺഡേ സ്കൂൾ, യൂത്ത്, അതേപോലെ ലേഡീസ് മിനിസ്ട്രി, ഇതിൻ്റെ എല്ലാ വർക്കിൽ ഇൻവോൾവ് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഒരുമിച്ച് വന്ന് സഭയുടെ ദർശനത്തിനു വേണ്ടി, സഭയുടെ അടുത്ത ഒരു പുതിയ ബിഗിനിങ്ങിന് വേണ്ടി, വർഷത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് പുതിയ തുടക്കം തരുവാൻ കഴിയുന്ന ദൈവത്തെ കാത്തിരിക്കുവാനായിട്ട് സമയം വേർതിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ ദർശനത്തോട് നിങ്ങൾക്ക് കണക്ഷൻ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ഈ സഭയുടെ വർക്കിനകത്ത് ഇൻവോൾവ് ആകുവാൻ ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ആഴ്ച കൊണ്ട് എല്ലാ നിങ്ങളുടെ വർക്കുകളും മറ്റു കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് അടുത്ത 30-ാം തീയതി മുതലുള്ള ദിവസങ്ങളിൽ വേറിട്ട് കർത്താവിനെ കാത്തിരിക്കുവാൻ നിങ്ങൾക്ക് ആത്മപ്രേരണയുണ്ടെങ്കിൽ, ചുമ്മാ അത് വരട്ടില്ലേ, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നൊരു പ്രോംപ്റ്റിംഗ് ഉണ്ടെങ്കിൽ നിങ്ങളെ അതിനുവേണ്ടി പ്രത്യേകമായി ഞാൻ വെൽക്കം ചെയ്യുന്നു. ദൈവം ചില പുതിയ തുടക്കങ്ങളെ നമ്മുടെ ഇടയിൽ, പഴയതൊന്നും മറന്നു കളയുന്ന ദൈവമല്ല, പുതിയ തുടക്കങ്ങളെ വർഷത്തിൻ്റെ മധ്യത്തിലും തരുവാൻ കഴിയുന്ന റോഷ് ഹഷാനയായി, ഒരു സെലിബ്രേഷനായി, ദർശനങ്ങളെ റിന്യൂ ചെയ്യുന്ന സമയമായി, നമ്മുടെ അകത്ത് ഒരു പുതിയ തീ കത്തുന്ന ഒരു ദിവസങ്ങളായി അതിനെ വേർതിരിക്കുവാൻ ഞാൻ ചർച്ചിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇവിടേക്ക് യാത്ര അയച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം മാത്യു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ ദൈവദാസനോട് പറഞ്ഞു, പാസ്റ്റർ എവിടെയെങ്കിലും പാസ്റ്റർക്ക് ഒരു 7 ദിവസം വേറിട്ട് ദൈവസന്നിധി ഇരിക്കുവാൻ പറ്റുമെങ്കിൽ ഇതൊരു ദൈവാലോചനയാണ്, ദൈവം ചില പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ഇത്രയും തിരക്കുള്ളതിൻ്റെ ഇടയിൽ അത്രയും ചുരുക്ക സമയത്തിനുള്ളിൽ എങ്ങനെ സമയം മാറ്റിയിരിക്കാനാണ്? പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് വീണ്ടും എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു, ഇല്ല, സമയം വേർതിരിച്ച് ഒരു പുതിയ തുടക്കം ഞാൻ തരുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതെവിടെ ഇരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും നല്ല സ്ഥലം, ഞാൻ ഈ പായലിരുന്ന്, ഇവിടെയുള്ള ഈ പായലിരുന്ന് ഇവിടെ വളർന്ന, നിങ്ങളുടെ എല്ലാവരുടെയും നടുവിലൂടെ ഓടി നടന്ന് വളർന്ന ഒരു അവിടെ നിന്ന് ദൈവം എന്നെ വിളിച്ച് ഹല്ലേലൂയ ഈ സഭയുടെ ദർശനത്തെ പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി 1000 കുടുംബങ്ങൾ, ക്രിസ്തുവിന് 1000 സുവിശേഷകർ ഇവിടെ നിന്ന്, കഴിഞ്ഞ ആഴ്ച അത് നമ്മുടെ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ അത് പറയുകയുണ്ടായി. ഞാൻ ശുശ്രൂഷിച്ച ശേഷം കർത്താവിൻ്റെ ദാസൻ കൊച്ചുമോൻ പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, നമുക്ക് അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഒരു ദൂതായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അതെ, നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമുണ്ട്.
പണ്ട് അമേരിക്കയിലുള്ളവർ ഇന്ത്യക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു, ഇന്ത്യയിലേക്ക് മിഷണറിമാരെ അയക്കുമായിരുന്നു. എന്നാൽ ഗോസ്പൽ സെൻട്രൽ ചർച്ച് അതിനും മേളിലാണ്. ഇന്ന് അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ അമേരിക്കയിലേക്ക് മിഷണറിമാരെ അയക്കാനോ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന സഭയായി ദൈവം ഗോസ്പൽ സെൻട്രൽ ചർച്ചിനെ തീർത്തിരിക്കുക. കരങ്ങളെ അടിച്ച് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അല്പസമയത്തെ തിരുവചന ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എന്നോടൊപ്പം അൻസു, അതേപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജോയാന, ജോല അവരും ആയിരിക്കുന്നു. അവരെ ഓർത്തും ഞങ്ങളുടെ കുടുംബത്തെ ഓർത്തും ശുശ്രൂഷകളെ ഓർത്തും ദയവായി നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങൾ ചോദിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഞങ്ങൾക്ക് കോട്ടയും അനുഗ്രഹവുമായിരുന്നു. സ്ഥിരമായി പതിവായി ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ദൈവമക്കൾ ഇവിടെ ധാരാളമുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ വീണ്ടും ചോദിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. The Gospel of Luke chapter number 5 verse number 1, 2 and 3. അവൻ ഗെനസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കുന്നവർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി. കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു. താങ്ക് യു. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് അവൻ ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയെ അതിൻ്റെ കോണ്ടെക്സ്റ്റാണ് നമ്മളിവിടെ വായിച്ചത്. യേശു ക്രിസ്തു ഗെനസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുന്ന സ്ഥാനത്ത് ഇന്നും അങ്ങനെയാണ് ദൈവം പുരുഷാരത്തെ അയച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഇവിടെ വെറുതെ വലിഞ്ഞ് കയറി വന്നവരല്ല. ദൈവത്തിൻ്റെ നാമം ഇവിടെ ഉയർത്തപ്പെടുന്നത് കൊണ്ട്, കർത്താവിൻ്റെ ആത്മാവ് ഇവിടെ ചലിക്കുന്നത് കൊണ്ട്, യേശുവിൻ്റെ അതിമഹത്വമായ നാമം എല്ലാ നാമത്തിനും മീതെ ഉയർന്നിരിക്കുന്ന വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ നാമം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, അവന്റെ വചനം ഇവിടെ അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ, എന്നെയും നിങ്ങളെയും അവൻ വിളിച്ച് കൂട്ടിക്കൊണ്ടുവന്നതാണ്. അവന്റെ ശബ്ദം കേൾക്കുവാൻ, അവന്റെ വാക്കുകൾ കേൾപ്പാൻ. അത് ദൈവ വചനം എനിക്ക് ജീവൻ പകരുന്നതാണ്. എത്ര പേർക്കറിയാം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. പുറപ്പെട്ടു വരുന്ന ഒരു വചനം, ഹല്ലേലൂയ, അപ്പവും ഹല്ലേലൂയ മറ്റു കാര്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അവരങ്ങനെ ജീവിച്ചോട്ടെ. എന്നാൽ അതുകൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് തിരിച്ചറിഞ്ഞവരാണ് ഞാനും നിങ്ങൾ. നമുക്കൊരു കാര്യം കൂടെ വേണം. അപ്പം മാത്രം പോരാ. അപ്പം തന്നതിന് സ്തോത്രം, അപ്പം ഉള്ളത് നന്ദി കർത്താവേ. എന്നാൽ അത് മാത്രം പോരാ. അത് മാത്രം തിന്നുന്നവനായി എന്നെ മാറ്റരുതേ. അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന സകല വചനം കൊണ്ട് ഞാൻ ജീവിക്കുന്നു. ജീവൻ തരുന്ന വചനം. പുരുഷാരം തിക്കിക്കൊണ്ടിരിക്കുകയാണ്. യേശു അവിടെ 2 പടക് കാണുകയാണ്. ആ സമയത്ത് കുറിച്ച് പഠിക്കുന്ന ആർക്കിയോളജിസ്റ്റുകൾ, അതേപോലെ തിയോളജിയൻസ്, ഈ ഭാഗത്ത് വ്യാഖ്യാനിക്കുന്നവർ പറയുന്നത് ആ കാലങ്ങളിൽ ഗെനസരത്ത് തടാകത്തിന്റെ ചുറ്റും പാർക്കുന്ന കമ്മ്യൂണിറ്റീസ് എല്ലാം ഫിഷിംഗ് കമ്മ്യൂണിറ്റീസ് ആയിരുന്നു. അവരവിടെ മീൻപിടുത്തമായിരുന്നു അവരുടെ മുഖ്യ വരുമാന മാർഗം. അത് വെച്ചാണ് അവർ ഉപജീവനം കഴിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 4000-ഓളം, ഏറ്റവും കുറഞ്ഞത് 4000-ഓളം പടകുകൾ ആ സമയത്ത് അവിടെ ഉണ്ട്. 4000 പടകുകൾ അതിന് ചുറ്റുമുള്ള സ്ഥലം ആയിരുന്നു ഈ ഗെനസരത്ത് തടാകം. എന്നാൽ ഇവിടെ പറയുന്നു, ആ 4000 പടകുകളുടെ നടുവിൽ യേശു 2 പടകുകൾ കാണുകയാണ്. ഹല്ലേലൂയ. എത്ര വലിയ ആൾക്കൂട്ടം ഉണ്ടെങ്കിൽ, എത്ര വലിയ ജനക്കൂട്ടം ഉണ്ടെങ്കിൽ, എത്ര വലിയ സമൂഹമുണ്ടെങ്കിൽ, അതിൻ്റെ നടുവിൽ എൻ്റെ പടകിനെ കാണുവാൻ, എൻ്റെ പടകിനെ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ പറ്റിയ ഒരു കർത്താവാണ് നമുക്കുള്ളത്. എത്ര വലിയ ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തും തിക്കും തിരക്കുമുണ്ടെങ്കിലും, അവർ തിരക്ക് കൂട്ടിയാലും തിക്കി തിരക്കിയാലും, അതിൻ്റെ നടുവിൽ എന്നെ കാണുന്ന ഒരു കർത്താവ്, എന്നെ കാണുന്നവൻ അവൻ ഇവിടെയുമുണ്ട്.
എൽ റോയ്, എന്നെ കാണുന്ന ദൈവം അവൻ എൻ്റെ അടുക്കലുണ്ട്. ആര് നിന്നെ കണ്ടില്ലെങ്കിൽ, ആര് കണ്ടിട്ട് നിന്നെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, ആര് കണ്ടിട്ട് ഒരു വാക്ക് പറയുവാൻ വരുന്നില്ലെങ്കിൽ, അതൊന്നും ഓർത്ത് നീ ഇന്ന് വിഷമിക്കണ്ട. നിന്നെ കാണുന്ന ഒരുത്തൻ അവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ കണ്ണിന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. സകലതും നഗ്നവും മറന്നതുമായി കിടക്കുന്ന അവന്റെ അഗ്നിമയമായ കണ്ണുകൾ ഉടറബ ഷണ്ടല കടകല ദരഗ അത്താര കടകൻ ജരഗൻ ദരഗ ദരഗ റബലെ അത്താരകൾ അന്ത പ്രബല ജരഗ തങ്ങളേകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെ ഊടാടിക്കൊണ്ടിരിക്കുന്ന ആ കണ്ണ് ഇന്ന് നിന്റെ മേൽ പതിയട്ടെ. ആ കണ്ണ് ഇന്ന് നിന്നെ കാണുന്നു. ആ കണ്ണ് ഇന്ന് നിന്നെ തിരിച്ചറിയുന്നു. മറ്റാരും എന്നെ കാണുന്നില്ലോ കർത്താവേ, കാണേണ്ട ആളുകൾ എന്നെ കാണുന്നില്ലോ എന്ന് ഓർത്തിരിക്കുന്നെങ്കിൽ അവന്റെ കണ്ണിൽ പെട്ടാൽ കാണേണ്ടവർ നിന്നെ കാണും. ഹല്ലേലൂയ. അറിയേണ്ടവർ നിന്നെ അറിയും. യോസഫ് ജയിലിലായിരുന്നു, ഒരു സാധ്യതയുമില്ല അവന്റെ ദർശനത്തെ പൂർത്തീകരിക്കുവാൻ. ഹല്ലേലൂയ. ഒരു ചാൻസും ഇല്ല. അവിടെ കിടന്ന് എങ്ങനെയെങ്കിലും മരിച്ചു പോകത്തേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നാൽ യോസഫ് അങ്ങനല്ല, നിരാശയോടെ ഇരിക്കുകയല്ലായിരുന്നു. യോസഫ് അവിടെ തൻ്റെ ഗിഫ്റ്റിനെ എക്സസൈസ് ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ് അവിടെ ആയിരുന്നത്. ജയിലിൽ കിടന്നപ്പോൾ, ജയിലിലേക്ക് യോസഫ് ചെന്നത് ഒരു ഗിഫ്റ്റുമായിട്ടാണ്. എന്താണ്? അവൻ സ്വപ്നക്കാരനായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോഴോ അവൻ സ്വപ്നക്കാരനും സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ. ഒരു ഗിഫ്റ്റോടാണ് ആയിരിക്കുന്നതെങ്കിൽ, നീ ജയിലിലാണെങ്കിൽ നിന്റെ ഗിഫ്റ്റിനെ നീ ഡബിൾ ചെയ്യ്. ദൈവം നിനക്ക് വഴിയൊരുക്കും. ദൈവം നിന്നെ ഹല്ലേലൂയ പുറത്ത് കൊണ്ടുവരും. ദൈവം നിന്റെ ഗിഫ്റ്റിനെ ഡബിൾ ചെയ്യാനുള്ള സമയമാണ്. നിന്റെ ഗിഫ്റ്റിനെ ഹല്ലേലൂയ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. വെറുതെ ആയിരിക്കുവാനുള്ള സമയമല്ല. യോസഫ് പുറത്തു വരണമെങ്കിൽ റൈറ്റ് ആളുടെ റെറ്റിനയ്ക്കകത്ത് അവൻ വീഴണം. റൈറ്റ് ആളുടെ കണ്ണിൽ അവൻ പെടണം. ഹല്ലേലൂയ. അങ്ങനെ ഇരുന്നപ്പോൾ ഇതാ ഒരു അപ്പക്കാരുടെ പ്രമാണിയും പാനപാത്രക്കാരൻ്റെ പ്രമാണിയും അവിടെ ഒന്ന് വീഴുന്നു. ഹല്ലേലൂയ. അതേ ജയിലിലെ കോയിൻസിഡൻറ്റ്, അതേ ജയിലിൽ തന്നെ അവർ ആയിരിക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും സ്വപ്നങ്ങൾ ഉണ്ടാകുന്നു. സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ ആരുമില്ലായിരുന്നപ്പോൾ യോസഫ് അവരുടെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നു. ഹല്ലേലൂയ. റൈറ്റ് ആളുടെ റെറ്റിനായിൽ നിന്നെ കൊണ്ടിടുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നീ എവിടെ ആയിരുന്നാലും നിൻ്റെ സാഹചര്യം വിഷയമല്ല. നീ ഒരുപക്ഷെ ജയിലിലാണെന്ന് നീ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നീ ഒരുപക്ഷെ തുറങ്കലിൽ അടയ്ക്കപ്പെട്ട പോലുള്ള അനുഭവമായിരിക്കാം. നിനക്ക് എവിടെ നിന്ന് രക്ഷ വരുമെന്ന് അറിയാതിരിക്കുന്ന സമയമായിരിക്കാം. എന്നാൽ സിയോനിൽ നിന്ന് ഇസ്രായേലിന് രക്ഷയെ അയക്കുന്നവൻ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യുവാൻ പറഞ്ഞിരിക്കുമ്പോൾ ഉടകമന ദമ്പ ചരകാറബല, ഇത് നമുക്ക് സന്തോഷിപ്പാനുള്ള സമയമാണ്. ഇത് ആനന്ദിപ്പാനുള്ള സമയമാണ്. നിന്നെ കാണുന്നവർ, നിന്നെ കാണേണ്ടവർ നിന്നെ കാണുവാൻ വേണം. അവന്റെ കണ്ണ് നിന്റെ മേൽ പതിയട്ടെ. അവന്റെ കണ്ണ് നിന്റെ മേൽ പതിയട്ടെ. അവന്റെ കണ്ണ് നിന്നെ തേടി നിന്റെ മേൽ പതിയട്ടെ. അവയിലുള്ള മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുന്ന സമയമായിരുന്നു. ഹല്ലേലൂയ. വല കഴുകിക്കൊണ്ടിരിക്കുന്ന മീൻപിടുത്തക്കാർ താഴെ നമുക്കറിയാം, പത്രോസ് പറയുന്നുണ്ട്, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ഹല്ലേലൂയ. ഇവര് റെഗുലറായിട്ടുള്ള ഒരു സാധാരണ ആവറേജ് ബിസിനസ്, ആവറേജ് ആയിട്ടുള്ള ഫിഷർമെൻസ് അല്ലായിരുന്നു, മീൻപിടുത്തക്കാരല്ലായിരുന്നു. ഇവർ ബിസിനസ്സുകാരായിരുന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, പത്രോസും തൻ്റെ സഹോദരനായ അന്ത്രയോസ്, അതേപോലെ അവരുടെ പാർട്ട്നേഴ്സ് ആരാ? യാക്കോബും തൻ്റെ സഹോദരനായ യോഹന്നാനും. ഇവർ പാർട്ട്ണർഷിപ്പിലാണ് ബിസിനസ് നടത്തിയിരുന്നത്. പിന്നീട് നമുക്ക് കാണാം, പത്രോസിൻ്റെ ഭവനത്തിൽ യേശു എന്നെന്ന് അവിടെ യേശുവിനെ സൽക്കരിക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ നല്ല സാമ്പത്തികമായ ചുറ്റുപാടുകൾ, വീട്, അന്നത്തെ കാലത്ത് വീടൊക്കെ യേശുവിനെയും തൻ്റെ ശിഷ്യന്മാരെയും ഒക്കെ അക്കോമഡേറ്റ് ചെയ്ത് അവർക്കൊക്കെ ഭക്ഷണ സൽക്കാരങ്ങൾ നൽകുവാൻ തക്കവണ്ണം നല്ല കപ്പാസിറ്റി ഉള്ള
ബിസിനസ്സുകാരായിരുന്നു. ഇവരുടെ ചില പ്രത്യേകതകളെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. ചില ക്വാളിറ്റീസ്, എങ്ങനെയുള്ള പടക് എൻ്റെ ഉടമസ്ഥരെയാണ് ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ചിലരെ നോക്കുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയോ? അതിൻ്റെ ആ ഭാഗത്തിന് ഒടുവിലായി നാം കാണുന്നുണ്ട്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. മനുഷ്യരെ പിടിക്കുന്നവരാക്കാനുള്ള ചിലരെ ദൈവം അന്വേഷിക്കുന്നു. മനുഷ്യരെ പിടിക്കാനാണ് ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്, മനുഷ്യരെ പിടിക്കുന്നവരാക്കുവാൻ. ഈ വർഷത്തിൻ്റെ ആദ്യ പകുതി പോലെയല്ല അടുത്ത പകുതി വരുവാൻ പോകുന്നത്. കഴിഞ്ഞ 6 മാസം പോലെയല്ല അടുത്ത 6 മാസം വരുവാൻ പോകുന്നത്. അടുത്ത 6 മാസത്തിൽ ഇവിടെ ഇരിക്കുന്ന ചിലർ മനുഷ്യരെ പിടിക്കുന്നവരായി മാറുവാൻ പോവുകയാണ്. ദൈവം അങ്ങനെയുള്ള ചില ഗിഫ്റ്റിനാൽ, ചില കൃപകളാൽ, ചില വരങ്ങളാൽ, ചില ദർശനങ്ങളാൽ, ചില പ്രവചന ശബ്ദങ്ങളാൽ, ചില സ്വപ്നങ്ങളാൽ, ചില വ്യാഖ്യാനങ്ങളാൽ ദൈവം ചിലരെ ഇവിടെ നിറയ്ക്കുവാൻ പോവുകയാണ്. എന്താണ് ഇവരുടെ ക്വാളിറ്റീസ്? ഒന്ന് അവർക്ക് കറേജ് ഉണ്ടായിരിക്കണം, ധൈര്യമുള്ളവരായിരിക്കണം. കാരണം ഇവർ മീൻ പിടിക്കാൻ പോകുന്ന സമയം എപ്പോഴാണ്? അവർ പറയുന്നുണ്ട്, ഞങ്ങൾ എപ്പോഴെല്ലാം അധ്വാനിച്ചെന്നാ? രാത്രി മുഴുവൻ അധ്വാനിച്ചു. അപ്പോൾ ആ ബിസിനസ്, ഇവരുടെ വർക്കിന് ഇവർ പോകേണ്ട സമയം എപ്പോഴാണ്? രാത്രി മുഴുവൻ അധ്വാനിക്കാൻ വേണമെങ്കിൽ ഒരു ധൈര്യം വേണം. ചുമ്മാ പേടിച്ചൂറുകൾക്കൊന്നും അങ്ങനെ ചെയ്യാനൊക്കത്തില്ല. ദൈവം ചില ധൈര്യശാലികളെ ഇവിടെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അസാധാരണമായ ധൈര്യം നിൻ്റെ മേൽ പകർന്ന്, കർത്താവിന് വേണ്ടി, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, നിൻ്റെ സെൽഫിൻ്റെ ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയല്ല, മറിച്ച് കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ, കർത്താവിൻ്റെ വേലയിൽ ചുമൽ കൊടുപ്പാൻ, അത്യധ്വാനം ചെയ്യുവാൻ, എതിർപ്പുകളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ പതറാതെ പിടിച്ചു നിൽക്കുന്ന ചില ധൈര്യശാലികളെ കർത്താവ് ഇന്ന് പകൽ അന്വേഷിക്കുന്നു. ഒരുപക്ഷെ നിനക്ക് ചില ധൈര്യമൊക്കെ ഉണ്ടായിരുന്ന സമയങ്ങളുണ്ട്, പക്ഷേ ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ ചിലരുടെ ധൈര്യത്തെ ചോർത്തി കളഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചതെന്താണെന്നറിയാമോ? അങ്ങനെയുള്ളവരുടെ ധൈര്യത്തെ ദൈവം വീണ്ടും പുനഃസൃഷ്ടിക്കുവാൻ പോവുകയാണ്. നീ ഒരു ധൈര്യശാലിയായി എഴുന്നേൽക്കുവാൻ പോവുകയാണ്. മറ്റുള്ളവരെ പോലെ മറ്റുള്ളവർ പേടിച്ചു പതുങ്ങിയും പാത്തുമൊക്കെ ഇരിക്കുമ്പോൾ ദൈവം നിൻ്റെ മേൽ ധൈര്യം പകരുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ശിഷ്യന്മാർ ആദ്യം പേടിച്ചും പാത്തുമൊക്കെയാണ് ഇരുന്നിരുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ, പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ല. പത്രോസ് മഹാപുരോഹിതൻ്റെ മുറ്റത്തിരിക്കുമ്പോൾ എന്താ സംഭവിച്ചത്? ഒരു ബാല്യക്കാരി വന്നിട്ട് പറഞ്ഞു, നീ അവൻ്റെ കൂടെ ഉള്ള, യേശുവിൻ്റെ കൂടെ ഉള്ളതല്ലേ? പത്രോസ് എന്താ ചെയ്തേ? അവിടെ കിടന്ന് രാകാനും ആണയിടാനും അല്ല. ആ മനുഷ്യൻ ഞാൻ അറിയുന്നതിൽ തള്ളിപ്പറയുകയാണ്. ഏകദേശം 60 ദിവസങ്ങൾക്ക് ശേഷം, ഏകദേശം 60 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ആ സംഭവത്തിൽ നിന്ന് ഏകദേശം 60 ദിവസം കഴിഞ്ഞപ്പോൾ, ഇതേ പത്രോസ് തന്നെ യേശുവിനെ ക്രൂശിക്കാൻ വിധിച്ച അതേ സൻഹെദ്രീൻ സംഘത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അതേ ഹൈപ്രീസ്റ്റിനെ, മഹാപുരോഹിതന്മാരെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളെയാണോ ദൈവത്തെയാണോ പേടിക്കേണ്ടതെന്ന്? ഈ പത്രോസ്, നിനക്ക് എവിടെ നീ ധൈര്യം വന്നു? 60 ദിവസം മുമ്പ് ഇതേ സ്ഥലത്ത് നിന്നുകൊണ്ട് നീ അവനെ അറിയുന്നില്ലെന്ന് തള്ളിപ്പറയാനും ആണയിടുകയും ചെയ്തവനല്ലേ? പത്രോസിന് പറയാൻ ഒരു കാര്യമുണ്ട്. ഒരു അത്യന്ത ശക്തി എൻ്റെ മേൽ വന്നു, ഒരു ഉയരത്തിൽ നിന്നുള്ള ഒരു ശക്തി എൻ്റെ അകത്ത് കടന്നു, അതെന്നെ ധൈര്യമുള്ളവനാക്കി. ഹല്ലേലൂയ. യേശുവിനെ തള്ളി പറയുന്നവരല്ല നമ്മളെങ്കിലും യേശുവിനെ ഉയർത്തുവാൻ ഒരു ധൈര്യം, ഒരു പുതിയ ധൈര്യം ദൈവം നമ്മുടെ മേൽ പകരുവാൻ പോകുന്നു. 2, ഒരു ഡെയറിങ് ആറ്റിറ്റ്യൂഡ് വേണം. വെല്ലുവിളികളെ അതിജീവിപ്പാനുള്ള ഒരു ആർജവം. ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് കിട്ടണമെന്നില്ല. 12 സ്പൈസ് ഒറ്റുനോക്കുവാൻ പോയി. 12 പേര് അവരുറ്റുനോക്കുവാൻ പോയത് വളരെ ധൈര്യത്തോടെ. കാരണം അന്യരാജ്യത്ത് എന്ന്
അവിടെ ചാരന്മാരായി അവരുറ്റുനോക്കാൻ പോകണമെങ്കിൽ അതിനൊരു ധൈര്യം വേണ്ടേ? ആ ധൈര്യം ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷേ അവർക്ക് ആ ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ചു വന്നപ്പോൾ എന്താ അവർ പറഞ്ഞത്? 10 പേരെന്താ പറഞ്ഞേ? ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ആർജവമില്ലായിരുന്നു. പ്രതിസന്ധി കണ്ടപ്പോൾ അവർ ധൈര്യത്തോടെയാണ് പോയത്. ശത്രുവിൻ്റെ പാളയത്തിലാണ് ചെന്ന്, അവിടെ ചെന്ന് എല്ലാം ഉറ്റുനോക്കി തിരിച്ചു വന്നു. പക്ഷെ ധൈര്യം കൊണ്ട് മാത്രം കാര്യമായില്ല, അവർക്കൊരു ആർജവം പോയി. 2 പേര് പറയുകയാണ്, നമ്മോട് കൂടെ ഒരുത്തനുണ്ട്, ഈ മല്ലന്മാരെയൊക്കെ തോൽപ്പിക്കാൻ പറ്റിയ ഒരുത്തൻ. നമ്മളല്ല യുദ്ധം ചെയ്യുന്നത്, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരുത്തനുണ്ട്. ഹല്ലേലൂയ. ചില യോശുവമാരെ, ചില കാലേബുമാരെ ദൈവം ഇന്ന് അന്വേഷിക്കുന്നു. ധൈര്യമുള്ളവരായിരുന്നാൽ മാത്രം പോരാ, ആർജവം, എനിക്കെതിരെ വരുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ആർജവമുള്ളവരായി തീരുവാൻ. രാത്രിയിൽ ഈ ഗലീല കടൽ നമുക്കറിയാം, അവിടെ തിരയും കാറ്റും വലിയ കൊടുങ്കാറ്റും വലിയ മഴയും ഒക്കെ ഉള്ള സമയങ്ങളുണ്ട്. അതിന് നടുവിലൊക്കെ ഇവർ പോയി ഫിഷിംഗ് നടത്തണമെങ്കിൽ അവർക്ക് ആ ധൈര്യവും ആർജവും മാത്രം പോരാ, അവർക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കണം, അവർക്കൊരു ദൃഢനിശ്ചയം. ഹല്ലേലൂയ. ഒരു ദൃഢതയുള്ളവരായി ദൈവം ചില ദൃഢനിശ്ചയമുള്ളവരെ അന്വേഷിക്കുന്നു. ഹല്ലേലൂയ. അതെ, നല്ല കറേജ്, ധൈര്യമുള്ളവരെ, ഒരു ഡെയറിങ് വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ളവരെ ദൈവം അന്വേഷിക്കുന്നു. ചില ഡിറ്റർമിനേഷൻ ഉള്ളവരെ ദൈവം അന്വേഷിക്കുന്നു. ഇതിനോട് ചേർന്നൊരു കാര്യം ഞാൻ പറയട്ടെ. ഗോലിയാത്ത് വന്ന് വെല്ലുവിളിച്ചപ്പോൾ അത് ആരൊക്കെ കേൾക്കുന്നുണ്ട്? ശൗലും പട്ടാളക്കാർ, ദാവീദിൻ്റെ ചേട്ടന്മാരെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് കേട്ടു. ദാവീദിൻ്റെ ചേട്ടന്മാരെല്ലാം കേൾക്കുന്നുണ്ട്. ദാവീദിൻ്റെ ചേട്ടന്മാർക്ക് ധൈര്യമില്ലായിരുന്നു. പക്ഷെ ദാവീദ് ധൈര്യം മാത്രമല്ല, ആർജവം മാത്രമല്ല, അവൻ്റെ അകത്തൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ശൗലിന് അഭിഷേകം ഉണ്ടായിരുന്നു. ശൗൽ ആ കസറ ഇരിക്കുന്നെങ്കിൽ അപ്പം അഭിഷേകം അല്ല ദാവീദിനെ ഈ മല്ലൻ്റെ നേരെ വിട്ടത്. അഭിഷേകമാണ് അവന് ജയിപ്പാനുള്ള ബലം കൊടുത്തത്. പക്ഷെ അഭിഷേകം കൊണ്ടല്ല അവൻ ഓടി. കാരണം അഭിഷേകമുള്ള ശൗലും അവിടെ ഇരിപ്പുണ്ട്. അഭിഷേകമായിരുന്നെങ്കിൽ ശൗലിനെയും അങ്ങോട്ട് വിടായിരുന്നു, ശൗലും ഓടിച്ചെന്നേനെ. ഹല്ലേലൂയ. അഭിഷേകം ഉള്ള ചിലർ പേടിച്ചിരിപ്പുണ്ട്. അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നീ പേടിക്കണ്ട, നിൻ്റെ അഭിഷേകത്തിനോടൊപ്പം തന്നെ നീ ധൈര്യവും അതിനോടൊപ്പം തന്നെ വെല്ലുവിളികളെ അതിജീവിപ്പുള്ള ആർജവും നീ ആത്മാവിൽ നിന്ന് ഏറ്റെടുക്കണം. ഹല്ലേലൂയ. അഭിഷേകം കൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ. ഇന്നലകളിലെ പരാജയങ്ങളോ ഇന്ന് നേരിടുന്ന വെല്ലുവിളികളോ അതൊന്നും നിന്നെ തളർത്തുവാൻ ഇടയാകരുത്. അതിൻ്റെ നടുവിൽ നീ മുന്നേറുവാൻ തയ്യാറാകണം. ഇന്നൊരു ഡിറ്റർമിനേഷൻ എടുത്തുകൊണ്ടേ പോകാവൂ. അതെ, എന്ത് തന്നെ വെല്ലുവിളികൾ എനിക്കെതിരെ വന്നാലും, എത്ര വലിയ പരാജയങ്ങൾ ഉണ്ടായാലും അതിൻ്റെ നടുവിൽ ഞാൻ തളർന്നു പോകുകയില്ല. അതിൻ്റെ നടുവിൽ ഞാൻ ക്വിറ്റ് ചെയ്യുകയില്ല. അതിൻ്റെ നടുവിൽ ഞാൻ ഗീവ് അപ്പ് ചെയ്യുകയില്ല. അതിൻ്റെ നടുവിൽ ഞാൻ ഇട്ടേച്ചു പോകുകയില്ല. എന്നോട് കൂടെ ഒരുത്തനുണ്ട്. എൻ്റെ വലം കൈക്ക് ഒരുത്തൻ പിടിച്ചിട്ടുണ്ട്. അവൻ എന്നെ ഇട്ടേച്ചു പോകുന്നവനല്ല. ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല. ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല എന്ന് പറഞ്ഞവൻ അവൻ നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു. അവൻ നിന്നെ ഇട്ടേച്ചു പോകുന്നവനല്ല. അതുകൊണ്ട് നീ ധൈര്യത്തോടെ ആയിരിക്കുക. അതുകൊണ്ട് നീ ഉറപ്പുള്ളവനായിരിക്കുക. അതുകൊണ്ട് നീ ആർജവമുള്ളവനായിരിക്കുക. അതുകൊണ്ട് നീ ഡിറ്റർമിൻഡായി ദൃഢതയോടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ. ഹല്ലേലൂയ. ശബ ലക റബർ ദനെ ഹംദുറാദ റീബല പ്രഭാരഗാര ദാനഗാല. അല്പസമയം എല്ലാ ആദരങ്ങളും തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഉടകം ചരകം പടകം ചരക ഹപ്തുര ഹത്തര ഗേരകൽ അന്ത പ്രബല ആത്മാവിൽ സ്തുതിപ്പാൻ ഇന്ന് ചിലർ ധൈര്യം ഏറ്റെടുക്കട്ടെ. ഇന്ന് ചിലർ ദൃഢത ഏറ്റെടുക്കട്ടെ. ഇന്ന് ചിലർ ഡിറ്റർമിൻഡ് ആയിട്ട്, അതെ, ഹടാ റബർദന, ഇന്നലെ പരാജയം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ നിർത്തുകയില്ല. അതുകൊണ്ട് ഞാൻ ഒടുങ്ങുകയില്ല. അതുകൊണ്ട് ഞാൻ ഒതുങ്ങുകയില്ല. ശകരം പടക. എൻ്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ടെങ്കിൽ, അവൻ്റെ കൈ എന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ എന്നെ വഴി നടത്തുന്നുണ്ടെങ്കിൽ, അവൻ എന്നെ നിലനിർത്തും. അവൻ നിലം പരിചാകുവാൻ സമ്മതിക്കയില്ല. അവൻ ചിറക് വിരിച്ച് അതിന്മേൽ എന്നെ വഹിക്കും. അവൻ്റെ ചിറകടിയിൽ എന്നെ മറയ്ക്കും. ദൃഢധൈര്യമുള്ളതായി. 5-ാമത്തെ
ക്വാളിറ്റി അവർക്ക് പേഷ്യൻസ് ഉള്ളവരായിരിക്കണം. മീൻ പിടിക്കാനൊക്കെ രാത്രിയിലൊക്കെ പോയി പെട്ടെന്നൊന്നും കിട്ടണമെന്നില്ല മീൻ. അവിടെ പേഷ്യൻ്റോടെ അവർ കാത്തിരിക്കണം, പല പ്രാവശ്യം ട്രൈ ചെയ്യണമായിരിക്കും. ഈ ദിവസങ്ങൾ നിൻ്റെ ഉള്ളിൽ സഹിഷ്ണുത ദൈവം വർദ്ധിപ്പിക്കട്ടെ, നിൻ്റെ ഉള്ളിൽ പുതിയ സഹിഷ്ണുത തരട്ടെ. അല്പം പെട്ടെന്ന് അങ്ങ് ഇംപേഷ്യൻ്റ് ആകുന്ന രീതികളൊക്കെ അങ്ങ് മാറട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നീ എനിക്ക് തരുന്ന ആയുസ് നിന്റെ നാം മഹത്വനായി തീരുവാൻ എനിക്ക് ഇടയാകണം. എനിക്ക് പേഷ്യൻസ് അല്പം കുറവാണ്, അതുകൊണ്ട് എനിക്ക് പേഷ്യൻസിനെ കൂട്ടിത്തരണമേ. എനിക്ക് ചില സഹിഷ്ണുതയെ ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ. എനിക്ക് നിന്റെ വേല ചെയ്യുവാൻ കർത്താവേ, അവിടുത്തെ വേലയുടെ ശുശ്രൂഷയുടെ ലക്ഷണങ്ങൾ സഹിഷ്ണുതയോടെ വെളിപ്പെട്ട് വരുവാൻ. 6, അവർ ഒരുമിച്ച് പ്രവർത്തിപ്പാൻ, ടീം വർക്കായിട്ട് ചെയ്യുവാൻ. ഈ രാത്രിയിലൊക്കെ ഇന്നത്തെ പോലെ GPS ഇന്നത്തെ പോലെ വലിയ മെറീൻ ടെക്നോളജിയോ, എവിടെ മീനുണ്ട്, എവിടെയാണ്, എത്ര മൈൽ ദൂരത്തിലായിരിക്കുന്നു, ഇതൊന്നും കണ്ടുപിടിക്കാനുള്ള സിസ്റ്റമുള്ള സമയമല്ല ഇത്. അവർക്ക് ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ് ഇല്ലായിരുന്നു. അവർ രാത്രിയിൽ ആണ് പോകുന്നത്, അവിടെ അടയാളങ്ങളില്ല, തിരിച്ച് എവിടാ വരുന്നതെന്ന് എപ്പോൾ വരുമെന്ന് ഒന്നും അറിയത്തില്ല. ഒരുമിച്ച് പ്രവർത്തിച്ചാലേ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുണ്ട്. ഒറ്റയ്ക്ക് ആരെയും ദൈവം വിളിച്ചിട്ടില്ല, എല്ലാവരെയും ഒരുമിച്ചാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ക്ഷീണിക്കുന്ന സമയങ്ങൾ കാണും, അപ്പോൾ എനിക്ക് ധൈര്യപ്പെടുത്തുവാൻ ആരെങ്കിലും വേണം. ഞാൻ തളരുന്ന സമയങ്ങൾ കാണും, എന്നെ ശക്തീകരിപ്പാൻ ഹല്ലേലൂയ ദൈവം ആരെങ്കിലും അവിടെ ഒരുക്കും. അതെ, നീ ഒരുപക്ഷെ ക്ഷീണിച്ചു പോകുന്ന സമയങ്ങൾ ഉണ്ടായിരിക്കാം. ആ സമയത്ത് നിനക്ക് ധൈര്യം തരുവാൻ, ശക്തി തരുവാൻ റൈറ്റായിട്ടുള്ള ടീമിനെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന, നിന്നോടൊപ്പം പ്രാർത്ഥിപ്പാൻ, നിന്നോടൊപ്പം പ്രവർത്തിപ്പാൻ ഒക്കെയും ആ സെയിം സ്പിരിറ്റുള്ള, കിൻഡർ സ്പിരിറ്റുള്ള ആളുകളെ ദൈവം ഈ ദിവസങ്ങൾ എഴുന്നേൽപ്പിക്കുന്നു. ദൈവം ഈ ദിവസങ്ങൾ ചില പുതിയ പ്രവർത്തികൾ നിന്നോട് ചെയ്തെടുപ്പാൻ വേണ്ടി അവൻ ചിലരെ കണ്ടിരിക്കുന്നു. ഏഴാമതായി അവർ വിശ്വാസമുള്ളവരായിരുന്നു. അവർ പോയാൽ തിരിച്ചു വരുമെന്ന് വിശ്വാസം ഉണ്ടെങ്കിലേ അവിടെ പോകാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ പോയിട്ട് ഇത് അന്ന് ലാസ്റ്റ് ഡേ ആണെന്ന് വിചാരിച്ചിരുന്നാൽ കാര്യങ്ങൾ നടക്കത്തില്ല. നിൻ്റെ അകത്തൊരു വിശ്വാസ ദിവസങ്ങൾ ഉണ്ടാകട്ടെ. ദൈവം ചിലരുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ. അവൻ സംസാരിച്ചു കൊണ്ടിരുന്നു, പടകിൻ്റെ അരിക്കൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പത്രോസിൻ്റെ അകത്ത് എന്തുണ്ടായെന്നറിയാമോ? വിശ്വാസമുണ്ടായി. വല കഴുകിക്കൊണ്ടിരുന്ന പത്രോസ് പിന്നെയും വലയുമായിട്ട് ഇറങ്ങണമെങ്കിൽ, അവൻ്റെ വാക്ക് കേട്ട് ഇറങ്ങണമെങ്കിൽ ആ വചനം അവനിൽ വിശ്വാസമായി പരിണമിച്ചു. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ വചനം നിൻ്റെ അകത്ത് പുതിയ വിശ്വാസത്തിൻ്റെ തലങ്ങളെ വർദ്ധിപ്പിക്കട്ടെ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. നീ ആശിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവം നിന്റെ ഉള്ളിൽ ഒരു ഉറപ്പ് നൽകട്ടെ. ദൈവം നിന്റെ ഉള്ളിൽ ഒരു വലിയ ദൃഢത നൽകട്ടെ. ആശിക്കുന്നതിന് ഉറപ്പ് നിനക്ക് ലഭിക്കുന്ന പകലായി ഇത് മാറട്ടെ. കാണാത്ത കാര്യങ്ങൾക്ക് നീ നിശ്ചയം പ്രാപിക്കുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങളെ തീർക്കട്ടെ. അടുത്ത ദിവസങ്ങൾ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനകളെല്ലാം കാണാത്ത കാര്യങ്ങൾക്ക് ചില നിശ്ചയം നീ പ്രാപിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. പത്രോസും കൂട്ടരും എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യേശു വന്നപ്പോൾ അവർ വല കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിന്റെ ജീവിതത്തിൽ വന്ന പരാജയത്തെ എങ്ങനെയാണ് നീ ഹാൻഡിൽ ചെയ്യുന്നത്? പത്രോസും കൂട്ടരും അവർ വല കഴുകിക്കൊണ്ടിരുന്നു, അല്ലാതെ വല വിറ്റോണ്ടിരുന്നതല്ല. പടക് അവർ വാടകയ്ക്ക് റെൻറ്റിന് കൊടുക്കാൻ തീരുമാനിച്ചു. എന്തുകൊണ്ട്? കഴിഞ്ഞ രാത്രിയിൽ ഒന്നും കിട്ടിയില്ല. തലേ രാത്രിയിലത്തെ പരാജയ മുഖാന്തരം, കഴിഞ്ഞ ഇന്നലകളിലെ പരാജയ മുഖാന്തരം വല വിൽക്കാൻ നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് നിന്നെ ധൈര്യപ്പെടുത്തട്ടെ. നിന്റെ വലയിൽ തന്നെ പെരുത്ത മീൻകൂട്ടം കുടുങ്ങുമാറ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ ശക്തനാണ്. നീ വല കഴുകിയാൽ മതി. നീ വല വിൽക്കാൻ പോകണ്ട. നീ പടകെടുത്ത് വാടകയ്ക്ക് കൊടുക്കാൻ പോകണ്ട. വാടക കിട്ടിയില്ലെങ്കിലും മറ്റാരെങ്കിലും ഉപയോഗിച്ചോട്ടെ എന്ന് പറഞ്ഞ് നീ മാറി നിൽക്കണ്ട. മറിച്ച് നിന്റെ പടകിനെ തന്നെ മുങ്ങുമാറാകുവോളം നിറയ്ക്കുവാൻ വിശ്വസ്തനായ
സ്വസ്ഥനായ ഒരുവൻ നിന്റെ വല കീറുമാറാകുവോളും അതിനകത്ത് പെരുത്ത മീൻകൂട്ടത്തെ കയറ്റുവാൻ കഴിയുന്ന ഒരുവൻ അവൻ ഇവിടെ ഉണ്ട്. അവന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന എല്ലാ ദൈവമക്കളും അല്പസമയം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവന് സ്തോത്രം ചെയ്യാം. വല കഴുകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വല വിൽക്കാൻ നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാവിലെ ദൈവത്തോട് പറയാ, ആത്മാവേ എന്നെ നിറയ്ക്കണമേ. ആത്മശക്തിയാൽ, ചൈതന്യത്താൽ, ആത്മാവിന്റെ കൃപയാൽ, ആത്മാവിന്റെ അഭിഷേകത്താൽ, ആത്മാവിന്റെ വരങ്ങളാൽ, ആത്മാവിന്റെ കൃപകളാൽ എന്നെ നിറയ്ക്കണമേ. എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ബലപ്പെടുത്തണമേ. അന്റെ കടകൻ ജരകം ബടകൻ ദരകൻ ദാരകരീബര ബല ഛത്താർ അബലം ബടകൻ ജാരാ റാബ സരകെ അത്താര കടകൻ ജരകം ബരകൻ ജരകാധികരം ദാരകൻ ഔഡേ റബല ശകര തേരെ ധീര അന്ത ഘടക ജഗരം ബടക ധികരം ദാരകർ ഔഡ സരക ദഗരം ദലകെ റൗഡ റബലെ ഹദകൻ ദാര ഊരകലപ്ത പ്രബലം ബടക ജഗരന്താര ഹന്താഗടക ജരഗന്താരക റൗഡ റബല അച്ചാര ഘടകൻ ദരകെ റബല ദരക ചരക അത്ത ഘടകൻ ജരഗൻ ദാര ധീര ഘടകൻ ദരക റബലം ബടകൻ ജാരക റൗഡ റബലെ ഹദക തരകെ ഊരകലംത പ്രബലം ബടകെ ജഗര ദരകെ ഊടകലംത പ്രബലം ബടകൻ ജരഗന്താരക റൗഡ റബല. ഓ അല്പം കൂടെ മാറ്റുവാനല്ല, അല്പം കൂടെ പടക് മാറ്റുവാനല്ല, ആഴത്തിലേക്ക് മാറ്റുവാൻ കർത്താവ് ചെല്ലോട് പറയുന്നു. നിന്റെ പടക് ആഴത്തിലേക്ക് നീക്കുക. അല്പം മാറ്റിയാൽ പോരാ, ശൂന്യമായി കിടക്കുന്ന നിന്റെ പടകിനെ നിറയ്ക്കുവാൻ ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നലകളിലുള്ള പരാജയത്തിൽ ഒന്നും പിടിക്കുവാൻ കഴിയാതെ ഇരുന്ന നിന്റെ വലയെ നിറയ്ക്കുന്നവൻ ഉടകഞ്ചരകം ബരകന്താരക റൗഡേ റബല അത്താര ഘടക അത്ത ആത്മാവിലത് ഏറ്റെടുത്താട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ആഴത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകട്ടെ. ആഴത്തിൽ നിന്നോട് ഇടപെടുവാൻ. ഓ, തീരത്ത് നിന്ന് മീൻ പിടിക്കുന്നത് മതി. സേഫ് സോണിൽ നിന്നുകൊണ്ട് നീ ഇനി മീൻ പിടിക്കണ്ട. അല്പം റിസ്ക് എടുത്ത് നീ കർത്താവിൻ്റെ വാക്ക് കേട്ട് നീ ആഴത്തിലോട്ട് ഇറങ്ങിക്കോ. ആഴത്തിൽ പെരുത്ത മീൻകൂട്ടം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത്രയും സമയം ശ്രദ്ധയോടെ ദൈവം ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളോടും ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരോടും നന്ദി അറിയിക്കുന്നു. നിങ്ങൾ തുടർന്ന് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മധ്യത്തിൽ വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ കൂടെ ദൈവം നമ്മോട് സംസാരിച്ചല്ലോ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മേശയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. എല്ലാ കർത്തദാസന്മാർക്കും പ്രത്യേക ദൈവത്തിൻ്റെ അഭിഷിക്തനും വന്ദനത്തെ അറിയിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കുന്നു. എന്നാൽ അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് പിതാവായ ദൈവം തകർത്തു കളയുവാൻ ഇഷ്ടം തോന്നിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ബട്ട് ദ ലോർഡ് വാസ് പ്ലീസ്ഡ് ടു ക്രഷ് ഹിം, പുട്ടിങ് ഹിം ഗ്രീഫ് ഇഫ് ഹി വുഡ് റെൻഡർ himself as a guilt offering. ഒരു ഓഫറിങ്ങിന് വേണ്ടി, ഒരു ദാനത്തിന് വേണ്ടി, രക്ഷയുടെ ദാനം നമുക്ക് നൽകുവാൻ യേശുവിനെ സ്വന്തം പിതാവ് തകർത്തു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തൻ്റെ പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തകർക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്തതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഈ രക്ഷ നമുക്ക് ദാനമായിട്ട് നൽകുവാനാണ്. യേശു ക്രിസ്തു തന്നെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ഇതിൻ്റെ പിന്നിലെ രഹസ്യം അതായിരുന്നു. അനേകരുടെ വിടുതൽ ദൈവത്തിനോട് സ്തോത്രം ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവിന് സ്തോത്രം. അവൻ്റെ പ്രാണൻ അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. ഓർത്തുകൊള്ളുക, ഇവിടെ ഇരിക്കുന്ന നമ്മെ കണ്ടുകൊണ്ടാണ് യേശുവിനെ തകർക്കുവാൻ പിതാവിന് ഇഷ്ടം തോന്നിയത്. പ്രൈസ് ദി ലോർഡ്. നാമാകുന്ന സന്തതികളെ
പിതാവായ ദൈവം കണ്ടു, യേശു കണ്ടു. അപ്പോൾ യേശു സ്വയം സമർപ്പിച്ചു കൊടുത്തു, എന്നെ തകർത്തുകൊള്ളുക, മാനവജാതിയെ വിടുവിക്കുവാൻ അതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ദൈവത്തിൻ്റെ പൈതലെ, തകർക്കപ്പെട്ട ഒരു കർത്താവിനെ ഇന്ന് നമ്മുടെ മുൻപിൽ കാണണം. നമുക്ക് വേണ്ടി വേദന ഏറ്റെടുത്തവൻ, നമുക്ക് വേണ്ടി പ്രൈസ് ദി ലോർഡ് അടി ഏറ്റെടുത്തവൻ, നമുക്ക് വേണ്ടി ക്രൂശിനെ ചുമന്നവൻ,